1971 ഡിസംബർ 16 രണ്ടാഴ്ച നീണ്ടുനിന്ന ഒരു യുദ്ധം അവസാനിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു ആ യുദ്ധം നടന്നത്. ഏകദേശം 90,000 വരുന്ന പാകിസ്ഥാൻ സൈനികരാണ് അന്ന് ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയത്. അതിനുശേഷം ഉണ്ടാക്കിയ സമാധാന കരാറാണ് ഷിംല കരാർ. ഈ കരാറിൽ നിന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നത്. നമുക്ക് പരിശോധിക്കാം ഷിംല കരാർ എന്താണെന്ന്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. 1972 ജൂലൈ 2 ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഷിംല കരാർ ഒപ്പിടുന്നത്. ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന് വേണ്ടി പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഈ കരാറിൽ ഒപ്പുവച്ചു. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം കൊണ്ടുവരുവാനും ഉഭയകക്ഷി ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കുവാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ കരാർ. കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇനി പറയുന്നു. 1. കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കുക. 2. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാമതൊരു കക്ഷിയെ ഇടപിടിപ്പിക്കില്ല, അതായത് ഒരു മീഡിയേറ്ററുടെ ആവശ്യം ഇല്ല. 3. ഇന്ത്യയുടെ പരമാധികാരം പാകിസ്ഥാനും പാകിസ്ഥാന്റെ പരമാധികാരം ഇന്ത്യയും അംഗീകരിക്കുന്നു. പരസ്പരം ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടില്ല. 4. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നിയന്ത്രണ രേഖ, ലൈൻ ഓഫ് കൺട്രോൾ, അതിനെ ബഹുമാനിക്കും, അതിനെ വയലേറ്റ് ചെയ്യില്ല. ഇതൊക്കെയായിരുന്നു ഷിംല കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. ഈ കരാറാണ് ഇപ്പോൾ പാകിസ്ഥാൻ റദ്ദാക്കിയിരിക്കുന്നത്. ഇത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? ഇന്ത്യക്ക് ഇതൊരു കടുത്ത പ്രഹരം ആകുമോ? ഒരിക്കലുമില്ല. കാരണം പാകിസ്ഥാൻ ഷിംല കരാറിനെ ഒരു കാലത്തും ബഹുമാനിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. നിയന്ത്രണ രേഖ ഒരുപാട് തവണ മറികടക്കപ്പെട്ടു. ഇതിൻ്റെ ഫലമായിരുന്നല്ലോ 1999 കാർഗിൽ യുദ്ധം.